നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ മെമ്മോറാണ്ടം പശ്ചിമേഷ്യൻ സമ്പദ് വ്യവസ്ഥയിൽ വൻ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ എണ്ണ ഇന്ധന കയറ്റുമതി പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുകയാണ്. ഈ നീക്കത്തിലൂടെ പ്രതിവർഷം $60 ബില്യൺ വരുമാനം ഇറാൻ ഖജനാവിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. യുദ്ധത്തിന് മുൻപുള്ള ഉൽപാദന നിലവാരം, നിലവിലെ ആഗോള എണ്ണ വിലയും കണക്കിലെടുക്കുമ്പോൾ ഇറാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഇതൊരു വലിയ ഉണർവാകും. വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങൾ നേരിട്ട ഇറാൻ സർക്കാരിന് ഈ വരുമാന വർധനവ് നിർണായകമാണ്. ഈ ആഴ്ച തന്നെയാണ് എണ്ണ നിറച്ച നിരവധി ഇറാനിയൻ ടാങ്കറുകൾ അമേരിക്കൻ നാവിക ഉപരോധം മറികടന്ന് തുറമുഖങ്ങളിൽ നിന്നും പുറപ്പെട്ടതായാണ് റിപ്പോർട്ട്. കയറ്റുമതി പുനരാരംഭിക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഇത്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഇറാനിയൻ എണ്ണ വീണ്ടും എത്തുന്നത് ഊർജ വ്യാപാരികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ആഗോള എണ്ണ വിപണിയിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം. എന്തായാലും നിർദ്ദിഷ്ട കരാറിലെ കണക്കുകളെ കുറിച്ച് അമേരിക്കയോ ഇറാനോ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല. ഇറാന്റെ വരുമാന വർധനവ് ഉറപ്പാണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തായാലും വർഷങ്ങളായി തുടരുന്ന നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും പ്രാദേശിക സംഘർഷങ്ങൾക്കും ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ധാരണാപത്രം. എന്തായാലും ഈ നീക്കം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ആഗോള ഊർജ വിപണിയെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ആഗോള വിപണിയിലേക്ക് ഇറാനിയൻ ക്രൂഡ് ഓയിൽ മടങ്ങിയെത്തുന്നത് ഊർജ വിലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുന്ന ഈ സാമ്പത്തിക കരാർ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇറാൻ US അന്തിമ കരാറിനുള്ള ആദ്യഘട്ട ചർച്ച സ്വിറ്റ്സർലൻഡിൽ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി അടക്കമുള്ളവരും ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചിരുന്നു. ഇസ്രയേൽ ലെബനിൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ബർഗൻസ്റ്റോക്കിൽ നടക്കേണ്ടിയിരുന്ന അന്തിമ കരാർ ചർച്ചകൾ മാറ്റിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ പുതിയ നീക്കം. എന്തായാലും കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ഇന ഇടക്കാല കരാറിനെ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയാക്കി മാറ്റാനാണ് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രിയും ശ്രമിക്കുന്നത്. അതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ചർച്ചകൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായും സ്വിസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനിലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കകം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ സമാധാന നീക്കങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ലെബനിലെ വെടിനിർത്തൽ US ഇറാൻ ചർച്ചകൾ തുടങ്ങുന്നതിനുള്ള പ്രധാന വ്യവസ്ഥയാണ്. എന്തായാലും ശനിയാഴ്ച തെക്കൻ ലെബനിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. നബദിത മേഖലകൾ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ തകർക്കുകയും പീരങ്കി ആക്രമണം നടത്തുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.